പാലക്കാട് ഈ വോട്ടെടുപ്പിന് മുൻപേ ഉണ്ടായ വിവാദം അത് വിജയത്തെ ബാധിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ വിജയിക്കുന്നിടത്തെല്ലാം ഏറ്റവും കംഫർട്ടബിളായി വിജയിക്കുന്ന തരത്തിലേക്ക് ബി.ജെ.പിക്ക് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ, രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ ബി.ജെ.പി വളർന്നിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി കേരളത്തിലെ നിയമസഭയിൽ വിജയിച്ചു വരാൻ കഴിയുന്ന മുന്നണിയായി ബി.ജെ.പി കേരളത്തിൽ മാറുമെന്ന കാര്യത്തിൽ തർക്കമാണ്. ബി.ജെ.പിക്ക് ഗുണം ചെയ്തത് പിണറായി വിരുദ്ധതയോ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധതയോ ഒന്നുമല്ല. CPM വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന തലമുറയിലെ ആളുകൾ CPM തോൽപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസുകാർക്ക് അഹങ്കരിക്കാനോ അവർക്ക് ഒരു തരത്തിലും ആഹ്ലാദിക്കാനോ വകയില്ല. ജനങ്ങൾ പ്രതിപക്ഷമായി ഞങ്ങളെയാണ് കാണുന്നത്, ബി.ജെ.പി ആണ്, NDA ആണ് കാണുന്നത്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ വിജയമാണ് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. 3 MLA-മാർ ഉണ്ടായിരിക്കുന്നു. അതുകൂടാതെ പല സ്ഥാനാർത്ഥികളും അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ 62,000-ത്തിലധികം വോട്ടുകളാണ് കെ സുരേന്ദ്രൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ച വരും നാളുകളിൽ എങ്ങനെയായിരിക്കും? നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ്. കേരളത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഏറ്റവും നല്ല വിജയം കൈവരിച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, 3 MLA-മാർ. എങ്ങനെയാണ് ബി.ജെ.പിയുടെ വരുന്ന നാളുകളിലുള്ള ഭാവിയും പ്രവർത്തനവും? ഇനി അങ്ങോട്ട് എന്തൊക്കെ പടികളാണ് വെക്കാൻ പോകുന്നത്? ഈ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് നൽകിയ ശക്തിയും ഊർജവും വളരെ വലുതാണ്. അതാണ് കേരളത്തിൽ നിന്ന് നടക്കുന്ന ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ഉണ്ട് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. 30ന്റെ പവറുള്ള 3 MLA-മാർ എന്നുള്ള വലിയ ക്യാമ്പയിൻ. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനത, അത് നേമത്തെയോ കഴക്കൂട്ടത്തെയോ ചാത്തന്നൂരിലെ മാത്രമല്ല, കേരളത്തിലെ ജനതയാകെ ബി.ജെ.പിക്ക് നൽകിയ ഈ മാൻഡേറ്റ്, ഈ ഒരു വിജയം, കേരള നിയമസഭയിൽ ആദ്യമായിട്ട് ബി.ജെ.പിക്ക് ഒരു ബ്ലോക്ക്, ഒരു ഏകാംഗമല്ല, 3 പേർ ബി.ജെ.പിയുടെ ഒരു പാർട്ടി ബ്ലോക്കായി തന്നെ ബി.ജെ.പിക്ക് കേരള നിയമസഭയിൽ കേരളത്തിലെ ജനതയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് വലിയൊരു മുന്നേറ്റമാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ 65-ന് അടുത്ത സീറ്റുകളിൽ ബി.ജെ.പിക്ക് ഏകദേശം 22,000-ന് മുകളിൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 33 സീറ്റുകളിൽ ബി.ജെ.പിക്ക് ലഭിച്ചത് 30,000-ന് മുകളിൽ സീറ്റാണ്. മഞ്ചേശ്വരത്ത് ഏകദേശം 62,000 വോട്ട് നമ്മൾ നേടി. നേമത്ത് ഏകദേശം 50,000-ന് മുകളിൽ വോട്ട് നമ്മൾ നേടി. കഴക്കൂട്ടത്തിൽ ഏകദേശം 50,000-ന് അടുത്ത് വോട്ട് നേടി. അങ്ങനെ വിജയിക്കുന്നിടത്തെല്ലാം ഏറ്റവും കംഫർട്ടബിളായി വിജയിക്കുന്ന തരത്തിലേക്ക് ബി.ജെ.പിക്ക് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ, രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ ബി.ജെ.പി വളർന്നിരിക്കുകയാണ്. അത് കേരളത്തിലെ ജനത ബി.ജെ.പിയിൽ വയ്ക്കുന്ന വിശ്വാസമാണ്. മറിച്ച് അതോടൊപ്പം ബി.ജെ.പി കേരളത്തിലെ ജനതയോട് പറഞ്ഞ വികസന രാഷ്ട്രീയത്തിൻ്റെ, ശരിയുടെ രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാലക്കാട് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായും പാലക്കാട് മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പി വിജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചത്. ആ വിജയത്തിൻ്റെ ഏറ്റവും വലിയ പരിശ്രമം ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ട് ശോഭ ചേച്ചി ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികളും, ബി.ജെ.പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും, NDA-യുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും 140 മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ വോട്ട് കിട്ടിയത് അല്ലെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞ സാഹചര്യമുണ്ടായത് നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരെല്ലാം ജനഹൃദയങ്ങളിൽ ജയിച്ചവർ തന്നെയാണ്. കാരണം അത്തരമൊരു മുന്നേറ്റമാണ് ബി.ജെ.പിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പാലക്കാട് ഈ വോട്ടെടുപ്പിന് മുൻപേ ഉണ്ടായ വിവാദം അത് വിജയത്തെ ബാധിച്ചിട്ടുണ്ടോ? ബി.ജെ.പിയുടെ വിജയത്തെ, ബി.ജെ.പിയുടെ മുന്നേറ്റത്തെ ഒരു തരത്തിലും ഒരു വിവാദവും ബാധിച്ചിട്ടില്ല. അത്തരം വിവാദങ്ങളെല്ലാം കൃത്യമായി കോൺഗ്രസ് സ്പോൺസർ ചെയ്ത്, കോൺഗ്രസിൻ്റെ അവർ സ്പോൺസർ ചെയ്തുണ്ടായ വിവാദങ്ങളൊക്കെയാണ് ഈ പറയുന്ന പാലക്കാടെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് പാലക്കാട് വലിയ രീതിയിലുള്ള വോട്ട് വർധനവ് ശോഭ ചേച്ചിക്കും ബി.ജെ.പിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത്. നിലവിലിപ്പോൾ 3 MLA-മാർ ഉണ്ടായിരിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ബി.ജെ.പിയുടെ നിലവിലുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ
പഞ്ചാബ്, ആസാം, അതുപോലെ തന്നെ തമിഴ്നാട്, കേരളം. ഈ 4 സംസ്ഥാനങ്ങളിൽ നമ്മൾ ബംഗാളിൻ്റെ പശ്ചിമ ബംഗാളിൻ്റെ ഉദാഹരണം എടുത്താൽ ആദ്യം BJP അവിടെ അക്കൗണ്ട് തുറക്കുന്നത് രാഷ്ട്രീയമായി ജയിച്ചു വരുന്നത് 3 സീറ്റുകളിലാണ്. കേരളത്തിൽ നിന്ന് ജയിച്ചതുപോലെ 377ആയും പിന്നീട് അത് 200-ന് പുറത്തെ സീറ്റുകളായും ബംഗാളിൽ ഭരിക്കുന്ന രീതിയിലേക്ക് BJP മാറിയിട്ടുണ്ട്, ഇന്ത്യ മാറിയിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെയായിരിക്കും കേരളത്തിലും ഉണ്ടാവുക. അടുത്ത തിരഞ്ഞെടുപ്പ് 2029-ലോ 31-ലോ ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുക. അത് നമുക്കറിയില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കക്ഷിയായി കേരളത്തിലെ നിയമസഭയിൽ BJP മാറുമെന്ന കാര്യത്തിൽ ഈ 3 എന്ന് പറയുന്നത് ഭൂരിപക്ഷം നേടുന്ന ഒരു ബ്ലോക്കായി വിജയിച്ചു വരാൻ കഴിയുന്ന മുന്നണിയായി BJP കേരളത്തിൽ മാറുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അതായത് ഒറ്റക്കക്ഷിയാകുമെന്നാണ് പറഞ്ഞത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDA മുന്നണിയുമായിരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. അതായത് പ്രതിപക്ഷമല്ല എന്നാണ്. പ്രതിപക്ഷമാവാൻ വേണ്ടിയല്ലല്ലോ BJP. കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ റോള് BJP നിർവഹിക്കാൻ പോകുന്നത് ഈ നിയമസഭയിലാണ്. കേരളത്തിൽ എങ്ങനെയാണ് CPM-ന് പ്രതിപക്ഷത്തിന്റെ റോള് എടുക്കാൻ വേണ്ടി കഴിയുക? കേരളത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഫലം, അല്ലെങ്കിൽ ആരും, ഒരു രാഷ്ട്രീയ നിരീക്ഷകനും ഒരു മാധ്യമ പ്രവർത്തകരും ആരും സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ കഴിയാത്ത CPM-ന്റെ പൊന്നാപുരം കോട്ടകൾ, CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ CPM-ന്റെ കൊടി താഴെ വീണ് ഒടിഞ്ഞു പോയ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത്. പയ്യന്നൂരിൽ നമ്മൾ കണ്ടില്ലേ, അതുപോലെ തളിപ്പറമ്പിൽ നമ്മൾ കണ്ടില്ലേ, അമ്പലപ്പുഴയിൽ കണ്ടില്ലേ. CPM-ന്റെ പരിണിതപ്രജ്ഞന്മാരായിട്ടുള്ള നേതാക്കന്മാർ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും മന്ത്രിയും 4 തവണ MLA-യും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന G. സുധാകരൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെമ്പറും അതുപോലെ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഒക്കെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന TK ഗോവിന്ദൻ, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള CPM-ന്റെ കണ്ണൂരിലെ പ്രമുഖരായ നേതാക്കന്മാർ. CPM-കാരെ തോൽപ്പിച്ചു കഴിഞ്ഞു. ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് CPM-ന്റെ കേഡർമാർ, CPM-ന്റെ എന്താ പറയുക, അവരുടെ CPM-ന് വേണ്ടി ജയ് വിളിച്ച് CPM-ന് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന തലമുറയിലെ ആളുകൾ CPM-നെ തോൽപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം അതെന്തിനാ തോൽപ്പിക്കാൻ കാരണം? കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും CPM-കാർക്ക് പോലും CPM-ഉം LDF-ഉം പിണറായി വിജയനും മരുമകനും ഈ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന കിരാതമായ, ജനവിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ, അഴിമതി നിറഞ്ഞ ഈ ഭരണത്തിൽ അവരുടെ പ്രതിഷേധമാണ്. ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും UDF തരംഗമാണ് എന്ന പ്രചരണ വേല, ആ പ്രചാരണം ഒരു തരത്തിലും ശരിയല്ല. മറിച്ച് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പിണറായി വിരുദ്ധ, CPM വിരുദ്ധ, LDF വിരുദ്ധ ജനത്തിന്റെ പ്രതിഷേധ വോട്ടിംഗ് ആണ്. കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വന്നതെന്ന് ആർക്കും ഒരു അഭിപ്രായമില്ല. കോൺഗ്രസ് എന്താ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണോ? ഏതെങ്കിലും സമരത്തിന് വിജയം നേടിയിട്ടാണോ? പിണറായിക്കെതിരെ വർത്തമാനം പറഞ്ഞിട്ടാണോ? ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണോ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത്? അല്ലല്ലോ. അപ്പോൾ പിണറായിക്കെതിരെ, CPM-നെതിരെ, LDF-നെതിരെ ജനങ്ങൾ പ്രതിഷേധ വോട്ട് നടത്തുകയും ജനവിരുദ്ധമായ സർക്കാരിനെ പുറത്തിറക്കാൻ വേണ്ടി സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അഹങ്കരിക്കാനോ അവർക്ക് ഒരു ആഹ്ലാദിക്കാനോ വകയില്ല. ജനങ്ങൾ പ്രതിപക്ഷമായി ഞങ്ങളെയാണ് കാണുന്നത്, BJP-യാണ്, NDA ആണ് കാണുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി 3 പേര്, അതാണ് 30-ന്റെ പവറുള്ള 3 MLA-മാരെ BJP തിരഞ്ഞെടുത്ത് ശ്രീ രാജു ചന്ദ്രശേഖർ, V. മുരളീധരൻ, BB ഗോപകുമാർ എന്ന 3 BJP-യുടെ പരിണിതപ്രജ്ഞന്മാരായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രിമാരായിട്ട് 2 പേരാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ KC വേണുഗോപാലിന്റെയും ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും ഗ്രൂപ്പ് മാനേജർമാരായി ജയിച്ചു വന്നവരല്ലവർ. ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്കൊപ്പം പണിയെടുത്ത് ഈ രാജ്യത്തിന്റെ ഇന്ന് കാണുന്ന കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ ഇന്ന് നടപ്പാക്കപ്പെടുന്ന വികസനത്തിന് ശക്തി പകർന്നവരാണ് V. മുരളീധരനും അതുപോലെ രാജു ചന്ദ്രശേഖറും. അവരാണ് കേരളത്തിലെ പ്രതിപക്ഷമായി BJP-ക്ക് വേണ്ടി വർത്തമാനം പറയാനും ഈ നാടിന് വേണ്ടി സംസാരിക്കാനും പോകുന്നത്. അപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം, ഈ പിണറായി വിരുദ്ധത BJP-ക്ക് കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. BJP-ക്ക് ഗുണം ചെയ്തത് പിണറായി വിരുദ്ധതയോ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധതയോ ഒന്നുമല്ല. രണ്ടാമത്തെ ഏറ്റവും ശക്തമായ അടുത്ത ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മുന്നേറ്റമായി, രാഷ്ട്രീയ മുന്നേറ്റമായി ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് BJP-യാണ്. BJP നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ തിരഞ്ഞെടുപ്പിൽ വികസനം, ജനങ്ങൾ, മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന് ചർച്ച ചെയ്ത ഒരു മുന്നണിയും പാർട്ടിയും BJP അല്ലാതെ NDA അല്ലാതെ വേറെ ഏതാണ്?
വികസനത്തെക്കുറിച്ച് വർത്തമാനം പറഞ്ഞ രാഷ്ട്രീയ നേതാവ് രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ BJP സംസ്ഥാന പ്രസിഡന്റ് അല്ലാതെ ആരാണ്? അപ്പോൾ ബാക്കി എല്ലാവർക്കും ജാതിയും മതങ്ങളും അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ടുള്ള വിഭജനങ്ങളുമായിരുന്നു ചർച്ചയെങ്കിൽ, ജാതീയമായി മതപരമായി ജനങ്ങളെ വിഭജിക്കുകയാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ BJPയുടെ ലക്ഷ്യം വികസനമാണ്. ഇവിടെ കേരളത്തിനകത്ത് BJPയുടെ ഈ ബ്ലോക്ക്, BJPയുടെ നേതാക്കന്മാർ, BJPയുടെ MLA മാർ നടത്താൻ പോകുന്നത് ഞങ്ങൾ വിഭാവനം ചെയ്ത വികസനത്തിലേക്ക് ഈ കേരളത്തിലെ ജനതയെ, കേരളത്തെ കൊണ്ടുപോവുക, അതിന് ശക്തമായ ഒരു തിരുത്തൽ ശക്തിയായി, ചാലക ശക്തിയായി, ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി BJPയും NDAയും കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് മാറുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഗോകുൽ ഗോപിനാഥ് നമ്മളോട് വ്യക്തമാക്കുന്നത് 2030-31, അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP കേരളത്തിൽ ഒറ്റക്കക്ഷിയായി മാറുമെന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.